സർ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമം BJP പിടിക്കൂ? നിയമം മാത്രമല്ല, നിയമം അവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ്. കാരണം കേരള നിയമസഭയിൽ കൈനീട്ടം കിട്ടിയത് നേമത്ത് നിന്ന് 2016 അന്ന് O രാജഗോപാൽ 8671 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. 2021 കൊണ്ടുപോയി ഇതങ്ങ് BJP തന്നെ തൊലച്ചു കളഞ്ഞു. ഒരു കാര്യം ഓർക്കണം, നമ്മളെപ്പോഴും ഈ ഒരു സീറ്റ് വളരെ അധ്വാനിച്ചാണ് ഈ BJP ഇത്രയും നേടിയെടുത്തത്. ഇത് BJP ഇങ്ങനെ തുടർച്ചയായി പരാജയം ഏറ്റുവാങ്ങുമ്പോൾ ജനങ്ങൾക്കുള്ളൊരു സംശയം, BJP കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള തരത്തിലാണ്. അത് മാറ്റിക്കൊടുക്കണം. കാരണം ഈ ഓരോ തവണ വരുമ്പോഴും ആ സീറ്റിൻ്റെ എണ്ണം കൂടിക്കൂടി വരണം. ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ഒരു വലിയ മാതൃകയാണ് അക്കാര്യത്തിനകത്ത്. കാരണം സുരേഷ് ഗോപിയുടെ അധ്വാനം അവിടെ ചെറുതല്ല. പിന്നെ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൻ്റെയും ഇടപെടലും വളരെ ശക്തമായിരുന്നു. പിന്നെ സുരേഷ് ഗോപിയുടെ ഒരു സിനിമ ഫേസ്, ഇതെല്ലാം കൂടി വന്നപ്പോഴത്തേക്കും അത് BJPക്ക് അനുകൂല ഘടകമായി മാറുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുക്കുമ്പോൾ അവർക്ക് വലിയ മുന്നേറ്റം കുറിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു 20 സീറ്റെങ്കിലും നേടിയെടുക്കുക എന്നുള്ള കണക്ക് കൂട്ടലുണ്ട്. പക്ഷേ 20 2026 കിട്ടത്തില്ല. 5 സീറ്റ് കിട്ടിയാൽ വലിയ വിജയമായിരിക്കും, വലിയ വിജയമായിരിക്കും. കാരണം ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ആദ്യകാലങ്ങളിൽ വെറും 2 സീറ്റിൽ നിന്നാണ് അവരാണിപ്പോൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായി മാറിയത്. പിന്നെ വേറൊരു കാര്യം ഓർക്കണം, ഒരു കാലത്ത് കോൺഗ്രസ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു പ്രധാനപ്പെട്ട തിരുത്തൽ ശക്തിയായിട്ട് പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 43-45 സീറ്റുണ്ടായിരുന്നു. അവരുടെ സ്ഥിതി ഇപ്പോൾ എന്താ? 2-3 സീറ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. വീണതല്ലോ കിടക്കുന്ന ധരണിയിൽ എന്നേ പറയാനുള്ളൂ. BJPയുടെ സ്ഥിതി ഇവിടെ ഇന്ത്യ മുഴുവൻ പടർന്നു പന്തലിച്ച് നിൽക്കുകയാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് അവരുടെ പ്രധാന പ്രഖ്യാപിത ലക്ഷ്യവുമാണ്. അത് നടപ്പിലാക്കി വരികയാണ്. അപ്പോൾ കേരളത്തിലൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തവണ ഒരു സീറ്റുകൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, 11 ഇടങ്ങളിൽ ഇവർ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു, 9 ഇടങ്ങളിൽ 2-ാം സ്ഥാനത്തൊക്കെയുണ്ട്. പക്ഷേ ഒരു 4-5 സീറ്റെങ്കിലും അവർക്ക് നേടിയെടുക്കുക എന്നുള്ളതുണ്ട്. അതിൽ ഒന്നായിരിക്കും നേമം മണ്ഡലം. നേമത്ത് മത്സരിക്കാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും. കാരണം രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ആ സമയത്ത് 61,000-ത്തിലധികം വോട്ട് ആ മണ്ഡലത്തിൽ നിന്ന് നേടുകയും ചെയ്തു എന്നുള്ളതാണ്. അവിടെ മുന്നിലാണ് നിൽക്കുന്നത് BJP. നേമത്തും വട്ടിയൂർക്കാവിലും അതുപോലെ തന്നെ കഴക്കൂട്ടം ഇവിടങ്ങളിലൊക്കെ രാജീവ് ചന്ദ്രശേഖറിന് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ ആയിരിക്കില്ലല്ലോ തദ്ദേശമാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നത്. അവിടെ ഒരു പാർട്ടിക്ക് കുറച്ചുകൂടി ഒരു പ്രാധാന്യത്തെക്കാളും വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കാറ്. അല്ല, ഇവിടെ 2016 ഒരു ഗ്രൗണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ആക്കം കൂടും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് അതിശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് LDF സർക്കാരിന് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. UDF ഒരു കാലത്തും ജയിക്കില്ല എന്ന് പറയുന്നിടത്താണ് ഇപ്പോൾ UDFന് വല്ലാത്തൊരു ജനപിന്തുണ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം അനുസരിച്ചുണ്ട്. അപ്പോൾ അത് നിയമത്തിനെ കുറിച്ച് കുറച്ചുകൂടി ബാധിക്കില്ലേ? അല്ല, ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയുമ്പോൾ ആ വോട്ട് അത്രയും കോൺഗ്രസിന് പോകത്തില്ല. അത് BJPക്കും കൂടെ ആയിട്ടാണ് പോകുന്നത്. BJPക്ക് മുന്നേറ്റമുള്ള മണ്ഡലങ്ങളുണ്ട്. ഇപ്പം നിലമ്പൂർ പോലുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിൽ നമ്മൾ കണ്ടതാണ് BJP എവിടെ വരെ പോയി. പിന്നെ അവിടെ ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷം വളരെ കൂടി. അപ്പോൾ അത് ഭരണവിരുദ്ധ വികാരമാണ് അവിടെ പ്രതിഫലിച്ചത്. അതുപോലെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ
ഈ LDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നുള്ളൂ. 2021 40,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രാധാകൃഷ്ണൻ വിജയിച്ചത്. ബാക്കി 30,000 വോട്ടും ഒരു ഭരണവിരുദ്ധ വികാരത്തിൽ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഇത് മുതലാക്കാനായിട്ട് BJPക്ക് കൂടി കഴിയും എന്നുള്ളതാണ്. പിന്നെ BJP എന്തുകൊണ്ട് 2016 നേടിയ അത് തിരിച്ചു പിടിക്കാൻ കഴിയാതെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അതിനകത്ത് കാണുന്ന കാര്യം, അവിടെ മത്സരിച്ച് വിജയിച്ചത് രാജഗോപാലാണ്. രാജഗോപാൽ നല്ല പ്രായമുണ്ട്. പിന്നെ തുടർച്ചയായിട്ട് ഈ തിരുവനന്തപുരത്ത് ഈ മത്സരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ജനങ്ങൾക്ക് അദ്ദേഹത്തിനോടൊരു വലിയ ഈ തോറ്റു പോകുന്നതിൽ വലിയൊരു സഹതാപമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒന്ന് ജയിക്കണം. നല്ല മനുഷ്യനാണ്. കേന്ദ്ര സഹമന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട് റെയിൽവേ. അന്ന് തിരുവനന്തപുരത്ത് നിന്ന് ധാരാളം ട്രെയിനുകളൊക്കെ പുറപ്പെടുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ നേട്ടമായിട്ട് കണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ഒരു വിജയം തന്നെയാണ്. പക്ഷെ ആ ഒരു പരിതസ്ഥിതി അല്ല നിലവിലുള്ളത്. കാരണം നമുക്കറിയാം, ഒരു ഭരണവിരുദ്ധ വികാരം ജനങ്ങളുടെ ഇടയിൽ കേരളം മുഴുവനുമുണ്ട്. അപ്പോൾ LDFനെ ഒരു ത്രികോണ മത്സരം നമുക്കവിടെ പ്രതീക്ഷിക്കേണ്ടെങ്കിലും LDFനെ നമ്മൾ മാറ്റി നിർത്തിയാലും BJP UDF ഒരു മത്സരം അവിടെ കാണാൻ സാധ്യതയുണ്ട്. അപ്പം UDFനോട് കുറച്ചുകൂടി ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു പങ്കാളിത്തം, ഒരു പിന്തുണ, ഒരു നല്ല മനോഭാവമുണ്ട്. അങ്ങനെയെങ്കിൽ നേമത്ത് കോൺഗ്രസിന്റെ ഏത് പ്രതിനിധിയായിരിക്കും നിൽക്കാൻ സാധ്യത? അതിനെ ആസ്പദമാക്കിയായിരിക്കത്തില്ലേ അവിടെ ഒരു തെരഞ്ഞെടുപ്പ്? അല്ല, നേമത്ത് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി ഏത് തരത്തിലുള്ളതാണെന്നൊന്നും വ്യക്തമായിട്ടില്ല. BJPയുടെ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും. പക്ഷേ CPMന്റെ ഇവർക്ക് ശിവൻകുട്ടിയെ തന്നെ നിർത്തണമെന്നുണ്ട്. പക്ഷേ ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതുപോലെ വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ച് ധാരാളം പരാതിയുമുണ്ട്. പിന്നെ ഭരണവിരുദ്ധ വികാരവും ഉണ്ട്. ഇതെല്ലാം കൂടെ ആകുമ്പം CPM തറ പറ്റും എന്നുള്ളത് അവർ കാണുന്നുണ്ട്. പക്ഷേ ശിവൻകുട്ടിക്ക് അവിടെ ആ മണ്ഡലത്തിൽ വലിയ ബന്ധങ്ങളുണ്ട്. വലിയ ജനോപകാരപ്രദമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന ഈ രാജഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഈ 2016 കിട്ടിയ മണ്ഡലം 2021 പോയതിൻ്റെ കാരണമെന്ന് പറയുന്നത്, രാജഗോപാലിന് ഈ മണ്ഡലത്തിൽ അത്രത്തോളം ഓടി നടക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഒരു പ്രായമായില്ല അദ്ദേഹത്തിന്. നല്ല ആ സമയത്താണല്ലോ വിജയിക്കുന്നത്. സാധാരണ MLA-മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നോക്കുന്നത് എന്താണെന്നറിയാം, ഒരു കല്യാണമോ മരണമോ ഒക്കെ ഉണ്ടായാലും അവിടെ ഉണ്ടാകണം എന്നുള്ള പറ്റില്ല. പ്രസവം നടന്നാലും അവിടെ MLA എത്തിയിരിക്കണം. ഇത്തരത്തിലാണ്. ഞങ്ങളുടെ കല്യാണത്തിന് അല്ലെ ഞങ്ങളുടെ അവിടെ മരണത്തിന് ഇവിടെ MLA വന്നിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു മണ്ഡലം മുഴുവൻ ഓടി നടക്കാൻ തക്കവണ്ണം ആരോഗ്യം രാജഗോപാലിനില്ല. ഈ MLA പ്രതിനിധീകരിച്ച ഒരാൾ എന്നിട്ട് കാര്യമില്ല, MLA തന്നെ ചെല്ലണം. ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ K. ബാബു ഇത് ചെയ്യുമായിരുന്നു. അവിടെ മുഴുവൻ ഓടി നടക്കുമായിരുന്നു. മാവേലിക്കരയിൽ പണ്ടൊരു MLA ഉണ്ടായിരുന്നു. ഈ ഒരു വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും, എന്ത് നിസ്സാരമായ കാര്യമാണെങ്കിലും അവർക്ക് വലിയ വിശേഷമായിരിക്കും, അവിടെ ഓടിയെത്തിയിരിക്കും. അദ്ദേഹത്തിന് വേറൊരു പേരിലൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. അത് പറയുന്നില്ല ഇവിടെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത് ജനങ്ങൾക്ക് വലിയൊരു സന്തോഷവും അവർക്കൊരു അംഗീകാരമായിട്ട് കാണുകയാണ്. രാജഗോപാലിനൊന്നും അങ്ങനെ ഓടി നടക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവർ പലരും കരുതിയത് കിട്ടിയ മണ്ഡലമൊന്നും വേണ്ട രീതിയിൽ സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടുത്തെ വിഭാഗീയതയും ഒക്കെ കാരണം 2021 നഷ്ടമായി. അപ്പോൾ 2026 വരുമ്പോൾ വീണ്ടും ശക്തമായ ഒരു മത്സരം നടക്കും. പക്ഷേ ഇപ്പോൾ BJPക്ക് അനുകൂലമായ, പ്രത്യേകിച്ച് ഈ RSSന്റെ ശക്തി കേന്ദ്രങ്ങളുള്ള ഒരു മണ്ഡലം കൂടിയാണ് നേമം. നേമത്തുള്ള നഗരസഭാ വാർഡുകൾ പോലും നല്ല പങ്കും BJPക്ക് അനുകൂലമാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭ ഭരണത്തോടടുത്ത് നിൽക്കുകയാണ് BJPയുടെ കൈകളിലേക്ക് വരാനായിട്ട്. അപ്പോൾ ഇതെല്ലാം അനുകൂല ഘടകമാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കൊന്നും കൂടെ ചിത്രം വ്യക്തമാകും എന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.